നമസ്തേ. ഇന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വരാനും പറ്റിയില്ല. ഇന്ന് ക്ലാസ്സിലൊക്കെ പോയി. ഞാൻ എത്തിയത് 6:35. ഇപ്പം സമയം 6:55. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം ഒരു 5 മിനിറ്റിനോട് വേഗം കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചു. ഇനി പണിയുണ്ട്, അപ്പോൾ 2 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റിപ്പോർട്ടിൻ്റെ കാര്യം 2 സബ്മിറ്റ് ചെയ്തു. ഇനിയുള്ളത് റെക്കോർഡ്, പിന്നെ കുറച്ച് വർക്കുകൾ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി ഒക്കെ സൈൻ ചെയ്തിട്ട്. ഇനിയും ഉണ്ട് കേട്ടോ. തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. 2 ദിവസം ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് പണി കിട്ടുന്നുണ്ട്, എന്നാലും ഞാൻ സമ്മതിക്കില്ല പണി കിട്ടാൻ. പിന്നെ ഇന്നൊരു കാര്യം പറയട്ടെ. പറയുന്നതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ സഹിച്ചാലും. വെറുതെ പറഞ്ഞ കേട്ടോ. ഇന്ന് വെറുതെ ഒന്നുമില്ല, ഒരു സിമ്പിൾ കാര്യം. ഇതൊക്കെ ചെങ്ങനെ വിഷമിച്ച് കുത്തിരിക്കില്ലേ. അത് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിണങ്ങി കുത്തിരിക്കുന്നതല്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾ വളരെ എന്താ പറയുക, സന്തോഷത്തിൽ കളിച്ചിരിക്കുന്ന ഒരാൾ പിന്നെ ഒരു നിമിഷം മിണ്ടാതൊക്കെ ഇങ്ങനെ കുത്തിരിക്കുക, അങ്ങനെയൊക്കെ ഒരാളെന്നല്ല ആരും ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? കോമൺ ആയിട്ട് ഇത് എവിടെ അടക്കമുള്ള സംഭവം. എന്താണ് പ്രശ്നം? എന്താ പറയുന്നറിയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടോ. എന്തൊരു വിഷമത്തിലിരിക്കുകയാണെങ്കിലും എന്താ വിഷമം എന്നോട് പറയുന്നു, ഇങ്ങനെ പറയും. ചിലപ്പോൾ നമുക്ക് ഒരു വ്യക്തിൻ്റെ അടുത്ത്, അതിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ സമയത്ത് നമുക്ക് ഒരാളടുത്ത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സമയമായിരിക്കും ആ സമയം. പിന്നെ ഇതും കൂടി കേൾക്കുമ്പോൾ ഒരു ഇതായിരിക്കും. ആ ചോദിക്കണവർക്കും അസ്വസ്ഥത വരും, കേൾക്കണവർക്കും അസ്വസ്ഥത വരില്ലേ? ഉണ്ടാവേണ്ടൊക്കെ ഒന്നുമില്ല, ഉണ്ട്. അപ്പം ഞാനൊക്കെ എന്താ പറയുക ഉദ്ദേശിച്ചത്, എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ആരെന്നെ വിഷമിച്ചു ഒത്തിരിയാണെങ്കിലും, ഇപ്പം നിങ്ങളെ കുടുംബത്തിലുണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, പിന്നെ ആങ്ങള പെങ്ങള് അങ്ങനെ വരാം, ഒക്കെ വരാം. ആരെന്നെ വിഷമിച്ചു ഒത്തിരിക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു വാക്ക് എന്താ പറയാന്നറിയോ? അപ്പം നമ്മളിങ്ങനെ കമ്പലേക്കരുത്. എന്താ പറ എന്നോട് പറയും, ഞാനല്ലേ, അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, അവർ പറയണ്ടേന്ന് വെച്ചിട്ടുള്ള പറച്ചിലായിരിക്കും. പക്ഷെ അതൊരു ഉള്ളിൽ അവർ പറയും. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അനക്ക് എന്താടാ പ്രശ്നം? അതിപ്പോൾ ആണിനോടായാലും പെണ്ണിനോടായാലും ഏജുള്ളവരോടല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചോദിക്കാം, നമുക്ക് എന്താടാ പ്രശ്നം? പക്ഷെ ഈ പറയണമെന്നില്ല. എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു വാക്കുകൾ പറഞ്ഞു നോക്കിയേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. 5 കൊല്ലം ഈ ഒരു കാര്യം കേൾക്കാൻ ഞാൻ എത്ര കാത്തു തിരിഞ്ഞെന്നറിയാം. ആരെങ്കിലും ഒന്നങ്ങനെ പറയേ? സത്യമായിട്ടും 5 കൊല്ലം, 17 to 21 വയസ്സ് വരെ. 21 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മക്കളുണ്ട്. പക്ഷെ ആ ഒരു വാക്കിന് നല്ല പവർഫുള്ളാണ് കേട്ടോ, ആ ഒരു കാര്യം പറയുന്നത്. നീ എന്തെന്നെ ആയിക്കോട്ടെ, എനിക്ക് എന്തെന്നെ വിഷമമാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനുണ്ട്. എനക്ക് എന്തിനും ഞാനുണ്ടാവും എൻ്റെ കൂടെ. ആ ഒരു വാക്ക് അതാണ് പെണ്ണിനോടും, പെണ്ണാണിനോടും, അമ്മയ്ക്ക് മക്കളോടും, അല്ലെങ്കിൽ മക്കൾക്ക് അമ്മേനോടും, അച്ഛന് മക്കളോടും, അങ്ങനെയൊക്കെ പറയാം. ഫ്രണ്ട്സുകൾക്ക് പറയാം, പിന്നെ ലവേഴ്സിന് പറയാം, ഒക്കെ പറയാം അല്ലേ? നല്ലൊരു ഇതല്ലേ അത്? നമുക്ക് റീസൺ അറിയണ്ട, സ്വാഭാവികമായിട്ട് അവർ വന്ന് പറയൂ എന്താ കാര്യമെന്ന്. നിങ്ങളിങ്ങനെ പറയൂ എന്ന് പറയും. അങ്ങനെ ആ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു ടൈമിൽ അവർ പറയുമ്പോൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കാണുകയാണെങ്കിൽ മൂപ്പരിക്കും മനസ്സിലാവും എന്താന്നുള്ളത്. ഇനി അടുത്തുകൂടി എനിക്കൊരു വിഷമം വന്നേരെ എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നില്ല. എന്താ പറയും. അതേസമയം ഈ പറഞ്ഞതാണ് ഇപ്പൊ ചോദിച്ചെന്ന് വെച്ചാൽ സത്യമായിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞുണ്ടാവും ആ സമയത്ത്. അപ്പൊ വാക്കുകൾ പോണ പോക്കണ്ടില്ലേ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ട്രൈ അല്ല,
ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും അങ്ങനെ വിഷമിച്ച്, പിന്നെ ഭാര്യയൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കുക, ഒരു സാരി അവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറയുന്ന നേരത്തെ ഇതൊന്നും പോയി പറഞ്ഞേക്കല്ലേ ഞാനില്ലേ കൂടെയെന്ന്. അപ്പം എടുത്ത വഴിക്ക് ഒരു ചോദ്യമായിരിക്കും, നിങ്ങളടുത്ത് എനിക്ക് ഉടുത്ത് നടക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒന്നും ഇത് വേണ്ട. അല്ലാണ്ട് നമ്മൾ ഒരു ആള് വിഷമിച്ച് കുത്തിരിക്കുക அந்த സമയത്ത് അവസരം നോക്കിയിട്ടായിരിക്കണം ഈ പ്രയോഗം കേട്ടോ. ഓക്കെ, എന്നാ ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങളിനി എപ്പോഴാണ് കാണാമെന്നത് എനിക്കറിയില്ല. ഇതിങ്ങനെ കറങ്ങി റേഞ്ച് ഇങ്ങനെ കറങ്ങി എത്തണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. ഇനി എൻ്റെ പണി നോക്കട്ടെ കേട്ടോ. ബൈ.